വെൽക്കം ടു കേരള കിച്ചൻ മോംസ് റെസിപ്പീസ്. ഇത് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഗോതമ്പൊടി വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇടിയപ്പം. അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഞാനിവിടെ അരിപ്പൊടിയും ഗോതമ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും തുല്യമായ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു തവിയുടെ അളവിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനൊരു 1.5 തവി, അതപ്പോൾ ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു 1.25. നിങ്ങൾ എത്രത്തോളമാണ് എടുക്കുന്നത് രണ്ടും സെയിം അളവിൽ തന്നെ വേണം എടുക്കാൻ. അപ്പോൾ 1 കപ്പ് അരിപ്പൊടി എടുത്താൽ 1 കപ്പ് ഗോതമ്പൊടി. ഇനി നമുക്ക് കുറച്ച് തേങ്ങ തിരുകിയത് വേണം, അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. ആദ്യം നമുക്ക് ഒരു പാത്രം എടുക്കാം. അതിനകത്തേക്ക് ഈ അരിപ്പൊടിയും ഗോതമ്പൊടിയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സ്പൂൺ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു തവി വെച്ചുകൊണ്ടോ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ അരിപ്പൊടിയും ഗോതമ്പൊടിയും നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുഴയ്ക്കാൻ വേണ്ടി വെള്ളം തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ആദ്യം കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ആ വെള്ളത്തിൻ്റെ ടേസ്റ്റ് നോക്കുക, ഉപ്പ് പരുവാണോ എന്ന്. പരുവ് അല്ലെങ്കിൽ മാത്രമേ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാവൂ. കാരണം പലർക്കും പല ടേസ്റ്റാണ്. ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണം, മറ്റു ചിലർക്ക് ഉപ്പ് കുറവ് മതിയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എപ്പോൾ ഉപ്പിട്ടാലും ഒന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ വീണ്ടും വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യേണ്ടതുള്ളൂ. ഇനി ഇതിനകത്തേക്ക് കുറച്ച് നെയ്യും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ആയാലും മതിയായിരിക്കും. ഇപ്പം നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്, നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ നല്ല തിളച്ച വെള്ളം തന്നെ, അതായത് ചൂടാറുന്നതിന് മുമ്പ് ഇതുപോലെ തന്നെ കൊണ്ടുപോകണം നമ്മുടെ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് മാവ് കുഴച്ചെടുക്കാം. നമുക്ക് ആദ്യം തന്നെ ഒരു സ്പൂൺ എടുക്കാം. സ്പൂൺ വെച്ച് വേണം കുഴയ്ക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കൈയൊന്നും പൊള്ളാത്ത രീതിയിൽ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ളം മുഴുവനായിട്ടും ഒഴിക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ച് വേണം നമുക്കിത് നമ്മുടെ ആ പരുവത്തിലേക്ക് കുഴച്ചെടുക്കാൻ വേണ്ടി. നിങ്ങൾ കൈ പൊള്ളുമെന്നൊന്നും പേടിക്കുകയേ വേണ്ട. ഇതുപോലെ സ്പൂൺ എടുക്കുക, എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് അത് ഇടിയപ്പത്തിൻ്റെ പരുവത്തിൽ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, വെള്ളം ഒഴിക്കുമ്പോൾ ആദ്യം കുറച്ചൊഴിക്കുക, അതിനുശേഷം ആ പരുവത്തിനനുസരിച്ച് പരുവം നോക്കി വേണം നമ്മൾ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കത്തില്ല അതേപോലെ തന്നെ. കാരണം ഒന്നിച്ച് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പരുവത്തിൽ നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കാം. കണ്ടില്ലേ, ഇപ്പം നമ്മുടെ മാവ് നല്ലതുപോലെ തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കൈ പൊള്ളാതെ തന്നെ ഈ സ്പൂൺ വെച്ച് തന്നെ ആണ് ഞാനത് ഫുള്ളായിട്ട് കുഴച്ചെടുത്തിരുന്നത്. കണ്ടില്ലേ, ഈ ഒരു പരുവം കണ്ടില്ലേ, നമ്മളൊന്ന് ഇങ്ങനെ ഞെക്കുമ്പോൾ തന്നെ കണ്ടില്ലേ ഈ ഒരു പരുവം. എന്നാൽ ചപ്പാത്തിയേക്കാൾ ഒന്നുകൂടെ ഇച്ചിരി ലൂസായിരിക്കും. ഈ ഒരു പരുവ ആണ് നമ്മുടെ ഇടിയപ്പത്തിന് വേണ്ട മാവിൻ്റെ ആ പരുവം. അപ്പോൾ ഇനി നമുക്ക് ഈ മാവ് അങ്ങോട്ട് ജസ്റ്റ് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ അച്ച് റെഡിയാക്കി എടുക്കാം. ഞാൻ ആ തിളപ്പിച്ച വെള്ളം എല്ലാം ഉപയോഗിച്ചിട്ടില്ല, കണ്ടില്ലേ, ബാലൻസ് ഇത്രയും തന്നെ വെള്ളമുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും വെള്ളം തിളപ്പിച്ചതിന് ശേഷം കുറേശ്ശെ ഒഴിച്ച് വേണം നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ വേണ്ടി. ഇനി നമുക്ക് അച്ചെടുക്കാം. ഇതുണ്ട്, ഇതുപോലത്തെ 2 ടൈപ്പ് അച്ചുണ്ട്. നല്ല ചെറിയ ഹോളുള്ളതും അതിനേക്കാൾ ഇച്ചിരി വലിയ ഹോളുള്ളതും. ഞാൻ ഈ ചെറിയ ഹോളുള്ള അച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം അത് നല്ല നൂല് പോലെ ഇരിക്കുകയും ചെയ്യും. ഇതിനകത്ത് ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി കൂടെ കട്ടിയായിരിക്കും, പക്ഷേ നല്ല സോഫ്റ്റും ആയിരിക്കും, കുഴപ്പമില്ല. പക്ഷേ ഇതിനകത്ത് ഉണ്ടാക്കുമ്പോൾ നല്ല നൂല് പോലുള്ള ഇടിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വേണമെങ്കിൽ കുറച്ച് എണ്ണയോ നെയ്യോ എല്ലാം പുരട്ടി കൊടുക്കുകയും ചെയ്യാം. അങ്ങനെയല്ല, നമ്മുടെ മാവ് നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി കണ്ടത് കൈയൊന്നും പൊള്ളുന്നില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് മാവ് കിട്ടിയിരിക്കുന്നത്. ഇനി ചെറിയ ഉരുളകളായിട്ട് നമ്മുടെ അച്ചിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് അത് ഇടിയപ്പച്ചമ്പിലേക്ക് നമുക്ക് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന തട്ടിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാം, അല്ലെങ്കിൽ നെയ്യായാലും മതി. ഞാനിപ്പോൾ നെയ്യാണ് എല്ലാ ഭാഗത്തേക്കും ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കുന്നത്. ഇതുപോലെ ജസ്റ്റ് നമുക്കൊന്ന് പുരട്ടി കൊടുക്കാം.
ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ ഇതിൻ്റെ തേങ്ങ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഈ ഇടിയപ്പത്തിൻ്റെ മാവ് പിഴിഞ്ഞ് ഇടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ തേങ്ങയുടെ മുകളിലേക്ക് ഇടിയപ്പത്തിൻ്റെ മാവ് ഇതുപോലെ കറക്കി നമുക്ക് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റും. കണ്ടില്ല, ചെറിയ അച്ചാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, എന്നാലും വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ഈസി വേയിൽ തന്നെ നമുക്കത് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട്. അത് ആ മാവ് നമ്മൾ കുഴയ്ക്കുന്നതിൻ്റെയാണ്. നന്നായി കുഴയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ടഫായിരിക്കും ഈ മാവ് ഇതുപോലെ പിഴിഞ്ഞെടുക്കാൻ വേണ്ടി. ചിലപ്പം ഭയങ്കരമായിട്ട് കറക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമ്മുടെ മാവിൻ്റെ അളവും നമ്മൾ പിഴിഞ്ഞ രീതിയൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് ഓക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈ മാവ് ഇത്ര ഈസി ആയിട്ട് തന്നെ ഈ ചെമ്പിലേക്ക് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഇതിന് മുകളിലേക്കൂടെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ആവിയിൽ നന്നായിട്ട് പുഴുങ്ങിയെടുക്കാം. ഇനി വേറൊരു രീതി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അതായത് ആ ഇടിയപ്പത്തിൻ്റെ ഷേപ്പ്. അപ്പോൾ നമുക്ക് ഇടിയപ്പത്തിൻ്റെ ചെമ്പിൽ തന്നെ കിട്ടുന്ന ഇതുപോലത്തെ തട്ടുണ്ടല്ലോ, ഇതിലേക്ക് വേണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. അതിനായിട്ട് കുറച്ച് തേങ്ങ നമുക്ക് ഇതുപോലെ വിതറി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവുണ്ടല്ലോ, അത് നമുക്കിതിന് മുകളിലേക്ക് നല്ല വട്ടത്തിൽ നമുക്ക് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിന് വീശപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വലിയ ഇടിയപ്പമായിരിക്കും, അതുകൊണ്ടായിരിക്കും അതിന് വീശപ്പ് എന്ന് പറയാൻ തോന്നുന്നു. അപ്പം നല്ല ടേസ്റ്റുമാണ് ഈ വീശപ്പം കഴിക്കാൻ. ഇതിലെ 1-2 എണ്ണം മതിയായിരിക്കും നമുക്ക് കഴിക്കാൻ. ഞങ്ങളുടെയൊക്കെ കല്യാണത്തിൻ്റെയൊക്കെ പാർട്ടിക്കൊക്കെ എപ്പോഴും ഉള്ളതാണ് വീശപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാൻ ഇടിയപ്പം പുഴുങ്ങിയെടുക്കാൻ വേണ്ടി ഒരു സ്റ്റീമർ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ഓരോ തട്ടായിട്ട് വെച്ച് നമുക്ക് ഇടിയപ്പം നല്ലതുപോലെ ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഈ ഇടിയപ്പം പുഴുങ്ങിയെടുക്കാൻ വേണ്ടി അധികം ടൈമൊന്നും ആവശ്യമില്ല. ഏകദേശം ഒരു 4 അല്ല 5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ഇടിയപ്പം റെഡി ആയിരിക്കും. ഇപ്പോൾ ഏകദേശം ഒരു 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. കണ്ടില്ല, നല്ലതുപോലെ ആവി വരുന്നുണ്ട്. നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ തന്നെയല്ലേ കുഴച്ചത്, അതുകൊണ്ട് അധികം നേരം ഇത് വേവിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു 4 അല്ല 5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്കത് തുറന്നു നോക്കാം. കണ്ടില്ലേ, നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ കൈ പൊള്ളാതെ വേണം നമ്മുടെ പാത്രത്തിലേക്ക് ഇത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതുപോലെ ഫോർക്കോ ഒരു സ്പൂണോ വെച്ച് നമുക്കിതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി. കണ്ടോ, നമ്മുടെ പാത്രത്തിൻ്റെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല. കണ്ടില്ലേ, കാരണം എന്താണ്, നമ്മൾ ആദ്യം നെയ്യ് തടവിയിട്ടുണ്ടായിരുന്നു, എന്നിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പാത്രത്തിൻ്റെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ തട്ടുമ്പോൾ തന്നെ നമുക്ക് പാത്രത്തിൽ നിന്ന് അത് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ആ വീതിയിൽ ഉണ്ടാക്കി വെച്ചതിൽ, അത് നല്ല വട്ടത്തിൽ ഉണ്ടാക്കി വെച്ച ആ ഇടിയപ്പം കൂടെ നമുക്ക് ഇതുപോലെ പുഴുങ്ങിയെടുക്കാം. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഇതിൻ്റെ വീഡിയോ കാണിച്ചിരുന്നില്ലേ, ഇത് എങ്ങനെ അച്ചിൽ നിന്ന് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നതെന്ന്. ആ സമയത്ത് ഞാൻ തേങ്ങ ഇടുന്നിടം വരെയുള്ളതല്ലേ കാണിച്ചിരുന്നത്. അതിന് ശേഷം എടുത്ത വീഡിയോ എൻ്റെ റെക്കോർഡായില്ല. അപ്പോൾ അതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇത് ഞാൻ ലെയർ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ എത്ര ലെയർ വേണമെങ്കിലും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് അപ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ആദ്യത്തെ ഈ ഒരു ലെയർ ഉണ്ടാക്കി അതിന് മുകളിൽ തേങ്ങ ഇടുന്നതും വരെയുള്ള വീഡിയോ ആണ് ഞാൻ ആദ്യം കാണിച്ചിരുന്നത്. എന്നിട്ട് അതിന് മുകളിലേക്ക് വീണ്ടും അതേപോലെ ലെയർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വീണ്ടും അതിന് മുകളിൽ തേങ്ങ ഇട്ടിട്ട് വീണ്ടും ഒരു ലെയർ, അങ്ങനെ നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ലെയറായിട്ട് വെക്കുന്ന സമയത്ത് ഒരു 7-8 മിനിറ്റെങ്കിലും നമുക്കൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റായിട്ടുള്ള ഇടിയപ്പമാണിത്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം എന്നെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. ഇതുപോലത്തെ പുതിയ വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.